കാർഷിക വാർത്തകൾ. രാജ്യത്തെ പഞ്ചസാര വ്യവസായം അതിവേഗ വളർച്ചയുടെ പാതയിലെന്ന് റിപ്പോർട്ട്. ആഭ്യന്തര ആവശ്യങ്ങൾക്കായി മാത്രം ഉൽപാദനം നടത്തിയിരുന്ന മേഖല ഇന്ന് ആഗോള വിപണിയിൽ മത്സരക്ഷമമായ മേഖലയായി വളർന്നിരിക്കുകയാണ്. 2026 സീസണിൽ ഉൽപാദനവും എക്സ്പോർട്ടും വർദ്ധിച്ചതോടെ എഥനോൾ പദ്ധതിയുമായി ചേർന്ന് ഈ മേഖല രാജ്യത്തിന്റെ കാർഷിക വാണിജ്യ തന്ത്രത്തിൽ പ്രധാന സ്ഥാനം ഉറപ്പിക്കുകയാണ്. 2026 ജനുവരി അവസാനം വരെ 193 ലക്ഷം ടൺ ഉൽപാദനം രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ വർധനമാണിത്. 9.11% റിക്കവറി നിരക്കും പ്രവർത്തനക്ഷമത ഉയർന്നതിന്റെ സൂചനയാണിത്. സർക്കാർ 20 ലക്ഷം ടൺ വരെ എക്സ്പോർട്ട് കോട്ട അനുവദിച്ചതോടെ ആഗോള വിപണിയിലേക്ക് കയറ്റുമതി ശക്തമാകുന്നു. ഇതോടൊപ്പം എഥനോൾ ബ്ലെൻഡിംഗ് പദ്ധതിയുമായി സംയോജനം ചെയ്ത് മില്ലുകൾക്ക് പുതിയ വരുമാന സാധ്യതകൾ ലഭിക്കുന്നു. കർഷകർക്ക് കിൻഡലിന് 355 രൂപ FRP ഉറപ്പാക്കുന്നതിൽ ഈ വളർച്ച നിർണായകമാണ്. ശുദ്ധവും മൂല്യവർദ്ധിതവുമായ പഞ്ചസാര ഉൽപ്പന്നങ്ങളിലൂടെ ഇന്ത്യ ആഗോള വിപണിയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉത്തർപ്രദേശിലെ ഗോതമ്പ് കർഷകർക്ക് ആശ്വാസം. ഓൺലൈൻ രജിസ്ട്രേഷൻ ഇല്ലാതെയും ഇനി സർക്കാർ വാങ്ങൽ കേന്ദ്രങ്ങളിൽ ഗോതമ്പ് വിറ്റഴിക്കാം. കർഷകർ നേരിട്ട ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് പുതിയ തീരുമാനം. ഉത്തർപ്രദേശിൽ ഗോതമ്പ് കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനവുമായി സംസ്ഥാന സർക്കാർ. ഗോതമ്പ് വിൽപ്പനയ്ക്ക് ഫാർമർ രജിസ്ട്രി നിർബന്ധമല്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. മുൻപ് MSP നിരക്കിൽ ഗോതമ്പ് വിറ്റഴിക്കാൻ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ രജിസ്ട്രേഷൻ ഇല്ലാത്തതിനാൽ നിരവധി കർഷകർക്ക് സർക്കാർ കേന്ദ്രങ്ങളിൽ വിളവ് വിറ്റഴിക്കാൻ കഴിയാതെ ഇടനിലക്കാരെ ആശ്രയിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വന്നിരുന്നു. കർഷകരുടെ ഈ ദുരിതാവസ്ഥ പരിഗണിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉടൻ ഇടപെട്ടു. പുതിയ നിർദ്ദേശപ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെയും പഴയ രീതിയിൽ തന്നെ കർഷകർക്ക് സർക്കാർ വാങ്ങൽ കേന്ദ്രങ്ങളിൽ ഗോതമ്പ് വിറ്റഴിക്കാം. ജില്ലാ കലക്ടർമാർക്ക് ഇത് ഉടൻ നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ കാർഷിക മേഖലയെ ആശങ്കയിലാഴ്ത്തി മൺസൂൺ പ്രവചനം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് 2026 തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് സാധാരണയേക്കാൾ കുറഞ്ഞ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം പശ്ചിമേഷ്യയിലെ സംഘർഷവും കാർഷിക ഉൽപാദനത്തെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുന്ന മുന്നറിയിപ്പും ഉയരുന്നു. 2026 മൺസൂണിന് സാധാരണ ശരാശരിയുടെ 92% മാത്രം മഴ ലഭിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു. കഴിഞ്ഞ 25 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ ആദ്യ പ്രവചനമാണിത്. ബാങ്ക് ഓഫ് ബറോഡയുടെ വിലയിരുത്തൽ പ്രകാരം മഴയുടെ തോത് കൃഷി ഉൽപാദനത്തെയും ഗ്രാമീണ ഉപഭോഗത്തെയും നേരിട്ട് ബാധിക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം ഗ്യാസ് വിതരണം തടസ്സപ്പെട്ടത് വളവും കീടനാശിനികളും ഉൾപ്പെടെയുള്ള കാർഷിക ഇൻപുട്ടുകളുടെ ലഭ്യതയ്ക്കും വിലയ്ക്കും ബാധകമാകും. രാജ്യത്ത് 50 മുതൽ 60% വരെ മാത്രമാണ് ജലസേചന സൗകര്യം ലഭ്യമുള്ളത്. അതിനാൽ തന്നെ ഖാരിഫ് വിളകൾക്ക് മഴ നിർണായകമാണ്. മൺസൂൺ കുറവായ വർഷങ്ങളിൽ കാർഷിക വളർച്ചയും കുറഞ്ഞതായാണ് മുൻ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനാൽ തന്നെ ഈ പ്രാഥമിക പ്രവചനം കാർഷിക മേഖലയ്ക്ക് വലിയ മുന്നറിയിപ്പായാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.